SSLC +2 CBSE ബോർഡ് എക്സാമിനേഷനിൽ ഉന്നത വിജയം നേടിയ ആർക്ക് ഏഞ്ചൽസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീശൻ കാർത്തിയപ്പള്ളി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ കടന്നു വന്നപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, 13ാമത്തെ ബാച്ച് ഈ ആർക്ക് ഏഞ്ചൽസ് സ്കൂളിൻ്റെ ഏറ്റവും ചരിത്രം പ്രാധാന്യമുള്ള ബാച്ചാണ്. കാരണം ഏറ്റവും ഇതുവരെ 13 വർഷം പൂർത്തിയായപ്പോൾ ഏറ്റവും ഉന്നത വിജയം നേടിയ കൊച്ചു മെടുക്കന്മാരും മെടുക്കുകളുമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഈ ആർക്ക് ഏഞ്ചൽസ് സ്കൂളിൻ്റെ ഉന്നത വിജയം, അതിന് നിമിത്തമായ നിങ്ങൾ ഓരോരുത്തരെയും, ഈ സ്കൂളിനും ഈ നാടിനും അഭിമാനമായ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യം തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷത വഹിച്ചു. Today is a historic and proud moment for the Archangel School family as we felicitate our class 10 and especially our first batch of class 12 students who have brought immense honor and pride to our school through their outstanding board examination performance. We gather here not merely to felicitate them for their excellent performance in the board examinations, but to celebrate the countless hours of hard work, determination, sacrifice and perseverance that brought them to this remarkable achievement. സ്കൂൾ മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ്, സ്കൂൾ PTA പ്രസിഡന്റ് ജീവ് ജെയിംസ്, PTA എക്സിക്യൂട്ടീവ് അംഗം ഫാദർ വർഗീസ് വി ഫിലിപ്പോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സ്കൂൾ അധ്യാപിക ജിനു ഷാജി സ്വാഗതം ആശംസിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളായ അശ്വിൻ ബിനു, ഹിദ ഫാത്തിമ, അലീന തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. CBSEയുടെ പല കുറവുകളും പരാതികളും ഇപ്പോൾ വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന ഒരു ഉന്നത വിജയം നേടാൻ നമുക്ക് സാധിച്ചു. CBSE ഒരുപക്ഷെ അവരുടെ മൂല്യനിലക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയൊക്കെ വന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ വിജയം നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ ഒരു 26 വർഷം പുറകിലുള്ള ഒരു ദിവസമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഏകദേശം 2000 മാർച്ചിൽ ഞാൻ കാക്കേഞ്ചാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും SSLC പൂർത്തിയായിട്ട് നിൽക്കുന്ന ഒരു അവസരമുണ്ട്. ആ ഒരു വർഷം വിജയ ശതമാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ധാരണയുണ്ടാവോ? 38.8% SSLCയുടെ വിജയ ശതമാനം. അതായത് 5,26,000 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 3,00,000-ലധികം കുട്ടികൾ 210 മാർക്ക് വാങ്ങാൻ കഴിയാതെ പരാജയപ്പെട്ടവരാണ്. ഇന്ന് ഈ 2026 നിൽക്കുന്ന അവസരത്തിൽ 100%, 99%, 98% ഇതൊക്കെയാണ് നമ്മുടെ വിവിധ ബോർഡ് എക്സാമുകളുടെ റിസൾട്ട്. ഞാൻ ഇന്നിപ്പോ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, അന്ന് 1ാം റാങ്ക് നേടിയത് 592 മാർക്കാണ്, 600. ആ വ്യക്തി ഇന്ന് അമേരിക്കയിലെ IBM സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 2ാം റാങ്ക് നേടിയ വ്യക്തി ഇന്ന് ബർമിംഗ്ഹാം ലണ്ടനിൽ വേറൊരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 3ാം സ്ഥാനം നേടിയ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ്. ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ എഴുതുന്നത് പറയാം. ഇതിനു മുമ്പ്, അതായത് 1 വർഷം മുമ്പ് തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായിരുന്ന വ്യക്തി ആരാന്ന് അറിയില്ലേ? ഇപ്പോൾ അദ്ദേഹം വിഴിഞ്ഞ പോർട്ട് ട്രസ്റ്റിന്റെ MD ആണ്. അറിയാമോ? അദ്ദേഹത്തിന്റെ ഭർത്താവ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ പേര് S. ശബരിനാഥ്. അറിയോ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അറിയത്തില്ല? ദിവ്യ S. അയ്യർ. ഞാൻ ഇന്ന് ഇതിവിടെ പറയാൻ കാരണം,
നിങ്ങൾ എല്ലാവരും വളരെ വലിയ വിജയം നേടി ഇവിടെ ഇരിക്കുന്നവരാണ്. സ്കൂളിന്റെ റിസൾട്ട് കണ്ടു. ഏറ്റവും അഭിമാനാർഹമായ നേട്ടമാണ്. കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ നേടിയ ഏറ്റവും നല്ലൊരു വിജയമാണ് ആർക്കേഞ്ചൽ സ്കൂളിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പൊ ഞാൻ വിജയം നേടിയവരുടെ കാര്യം മാത്രം പറഞ്ഞു. പക്ഷെ അന്ന് പരാജയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇന്ന് ബീഹാറിലെ ഒരു കളക്ടറാണ്. പേര് തുഷാർ ഡി സുമേര. SLC പരീക്ഷയ്ക്ക് പരാജയപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ആ പരാജയം അന്നത്തെ ദിവസം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ പരാജയം കൊണ്ട് ഒരിക്കലും പുറകോട്ട് പോകാൻ തയ്യാറല്ല, വീണ്ടും ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ ഫലമാണ് അദ്ദേഹത്തെ ബീഹാറിൽ ഒരു കളക്ടറാക്കി മാറ്റിയത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് കുറച്ച് മാർക്ക് കുറഞ്ഞവരൊക്കെ ഉണ്ടാകാം. പക്ഷേ വിജയം നേടിയവർ കൂടുതൽ വിജയത്തിനായിട്ട് പരിശ്രമിക്കുകയും തങ്ങൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് നേടാൻ ചിലർക്ക് സാധിച്ചിട്ടില്ല എന്ന് പല കുട്ടികളും എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, അവർ ഇന്നൊരു തീരുമാനമെടുക്കുക. കൂടുതൽ മെച്ചപ്പെട്ട വിജയം നേടാൻ എന്റെ ഭാഗത്ത് നിന്ന് ഇനി പരിശ്രമം ഉണ്ടാകും എന്നുള്ള തീരുമാനമാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് നിങ്ങൾ എടുക്കേണ്ടത്.